ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് പിള്ളേർക്ക് സ്കൂളിലോട്ട് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ ബ്രെഡോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ട്. പക്ഷേ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ക്രീമി ഗാർലിക് എഗ്ഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 4 മുട്ടയാണ്. 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയ ഉപ്പും വേണ്ടിയ കുരുമുളകും ആഡ് ചെയ്യാം. ഞാനിത് ക്രഷ് ചെയ്ത കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്, പൗഡർ ഫോമിലുള്ളതല്ല. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാനായി വയ്ക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് വേണം ഈ മുട്ടയെ വേവിച്ചെടുക്കാനായിട്ട്. അതായത് സ്ക്രാമ്പിൾ ചെയ്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, പക്ഷേ വലിയ ചങ്ക്സായിട്ട് വേണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ. പിന്നെ ഞാനിടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുത്ത് എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും ഫ്രൈയിങ് പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുക. ഞാൻ ഇതിനായിട്ട് മൊത്തത്തിലൊരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടറേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബട്ടറാണ് ഇങ്ങനത്തെ എല്ലാ റെസിപ്പികൾക്കും ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ എടുക്കണ്ട. ഇനിയും ആ ബട്ടർ ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ടേക്കുക. ഒറിഗാനോയോ ഇറ്റാലിയൻ സീസണിങ്സോ നിങ്ങളെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാവേ. ഞാൻ ഒറിഗാനോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ വടിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് വെക്കുക. അങ്ങനെ പതുക്കെ സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതിയേ. ചങ്ക്സ് ആയിട്ട് തന്നെ കിട്ടണം, ചെറിയ പീസസ് ആവരുതേ. ഇത്രയേ ഉള്ളൂ. അതിനെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഈ റെസിപ്പിക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ പാത്രം കൊണ്ട് തന്നെ പരിപാടി കഴിയുവേ. ഒരൊറ്റ ഫ്രൈയിങ് പാൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതുണ്ടാക്കി എടുക്കാനും. വീണ്ടും ഈ ഫ്രൈയിങ് പാൻ തന്നെ വെക്കുക. അതിലേക്ക് ബാക്കിയുള്ള ബട്ടർ, അതായത് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, ആ ബട്ടറും കൂടെ ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മളൊരു 8ഓളം വലിയ ഗാർലിക്കാണ് എടുത്തത്. ഈ ഗാർലിക്കിനെ ഒന്നെങ്കിൽ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. ഞാനതിനെ ഒരു കല്ലിൽ ഇടിച്ചെടുക്കുകയായിരുന്നു, ക്രഷ് ചെയ്തിട്ട്. അതും കൂടെ ബട്ടറിലേക്ക് ഇടുക. പച്ചമണം മാറുന്നത് വരെ സോട്ട് ചെയ്യുക. പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി നമ്മളുടെ ഇഷ്ടത്തിന്, അതായത് എരിവിനനുസരിച്ച് മതിയേ. കുട്ടികളുടെ എരിവനുസരിച്ച് ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതിരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് ഒറിഗാനോയും കൂടെ ആഡ് ചെയ്തു. അതുകൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനിയും ഈ സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മൈദ ആഡ് ചെയ്യാം. ഞാനിവിടെ കോൺഫ്ലവറാണ് ആഡ് ചെയ്യുന്നത്. ഒരു സ്പൂണിനകത്ത്, അതായത് 1 ടീസ്പൂൺ കാണും, അത്രയേ ഉള്ളൂ. അത്രയും കോൺഫ്ലവറും കൂടെ ഇട്ട് ഇളക്കുക. വീണ്ടും അതിൻ്റെ പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും എല്ലാം നല്ലൊരു മണം വരും. ആ ഒരു സമയമാകുമ്പം നമുക്ക് 1 കപ്പ് പാൽ, ഞാൻ 4 മുട്ടയ്ക്ക് 1 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ഒറിഗാനോ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവേ. നമ്മൾക്ക് ഫ്ലേവേഴ്സ് എന്തുമാത്രം വേണോ അതനുസരിച്ച് ഒറിഗാനോ ആണെങ്കിലും സീസണിങ്സ് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതും കൂടി ഒഴിച്ച് പാല് തിളച്ച് വന്നു കഴിയുമ്പോൾ കട്ട കെട്ടാതെ ഇളക്കണം. പാല് തിളച്ച് ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ക്രാമ്പിൾഡ് എഗ്ഗില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു ചെറിയ തിളയും കൂടെ വന്നു കഴിയുമ്പം തീ ഓഫ് ചെയ്യാം. അത്രയും മതി. അപ്പം നല്ല കുറുകിയ പരുവത്തിലുള്ള ക്രീമി ആയിട്ടുള്ള എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബ്രെഡോ പൊറോട്ടയോ ചപ്പാത്തിയോ എന്ത് വേണേലും പിള്ളേർക്ക് കഴിക്കാവുന്നതാണ്. പിള്ളേർക്ക് നല്ല, നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ കുക്കിയെ കൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്യിച്ചതാണ്. അതിൻ്റെ റിയാക്ഷനാണ് കേട്ടോ. അഭിനയിക്കാൻ അറിയത്തില്ല, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു.